എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ബെസ്യൂസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പവർ ബാങ്കാണ്. 10,000 mAh വരുന്ന QA2 സർട്ടിഫിക്കേഷനുള്ള പവർ ബാങ്കാണ്. 22.5 വാട്ട് നമുക്ക് വയേർഡ് വഴി ചാർജ് ചെയ്യാനും 15 വാട്ട് നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്. QA2 സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ആപ്പിൾ ഡിവൈസിലൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ ഈ പവർ ബാങ്ക് സഹായിക്കുന്നതാണ്. കാര്യം QA2 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട്. അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു പവർ ബാങ്കാണ്. QA2 സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സെൻട്രൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വൃത്തത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ച്, ഹെഡ്സെറ്റ്, വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്സെറ്റ്, വാച്ചുകൾ, ആപ്പിളിൻ്റെയോ സാംസങ്ങിൻ്റെ ഇതിൻ്റെ എല്ലാം ചാർജ് ചെയ്യാം. അങ്ങനെ ഇന്ന ബ്രാൻഡെന്ന് മാത്രമല്ല, എല്ലാ ബ്രാൻഡിൻ്റെയും ചാർജ് ചെയ്യാൻ വയർലെസ് സപ്പോർട്ടുള്ള. ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്ന സാംസങ്ങിൻ്റെ S23 മൊബൈലാണ് വെച്ചിരിക്കുന്നത്. S23 മൊബൈലിൽ അകത്ത് ഒരു മാഗ്നറ്റിക് റിംഗ് ഇല്ല. വയർലെസ് ചാർജിങ് ഉള്ള ഫോണാണ്. ബട്ട് മാഗ്നറ്റിക് റിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്കതങ്ങനെ അറ്റാച്ച് ആയിട്ടിരിക്കില്ല. അത് ബുദ്ധിമുട്ടാണ്. ഐഫോണിൽ എനിക്ക് തോന്നുന്നു അത് അറ്റാച്ച് ആയിട്ടിരിക്കും. പകരം ഞാൻ ഒരു കവർ മേടിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് റിംഗ് ഔട്ട് സൈഡിലുള്ള ഒരു കവർ മേടിച്ചിട്ടുണ്ട്. അത് വയർലെസ് ചാർജ് സപ്പോർട്ട് ആവുന്നതാണ്. സോ നമ്മൾ ആ കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഈസി ആയിട്ട് ഫോണിൻ്റെ പുറത്ത് ഈ ബാറ്ററി അറ്റാച്ച് ആയിട്ടിരിക്കും. ഫോൺ ചാർജ് ആകുകയും ചെയ്യും ഫാസ്റ്റായിട്ട് തന്നെ. 15 വാട്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സാംസങ് S23യിൽ 15 വാട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിനും 15 വാട്ടാണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൽ 15 വാട്ട് വരെ നമുക്ക് ഈ പവർ ബാങ്കിന് സപ്പോർട്ട് ചെയ്യും. സോ 15 വാട്ടിൽ തന്നെ എനിക്ക് സാംസങ്ങിന് S23 ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഐഫോണിലെ പോലെ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാഗ്നറ്റ് ആയിട്ട് ഇരിക്കില്ല. ഐഫോണിന് മാത്രമേ ഇത് മാഗ്നറ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അത് QA2 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഐഫോണിൽ ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നതാണ്. ബട്ട് ഇതിനകത്തൊരു കവർ ഇടുന്നത് എപ്പോഴും മാക്സെഫ് പോലെയുള്ള കവറുകളുണ്ടല്ലോ, അതൊരെണ്ണം മേടിച്ചിടുന്നത് എപ്പോഴും നന്നായിരിക്കും. ഫോണിന് നല്ലൊരു പവർ ബാങ്കാണ്, അത്യാവശ്യം റിവ്യൂ ഉള്ളൊരു പവർ ബാങ്കാണ്. ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഓഫറിൽ 30 യൂറോ സംതിങ്ങിലാണ് ഇപ്പം ഞാൻ കണ്ടത്. നാട്ടിലെ 3000 രൂപ സംതിങ് വരും. ഓഫറിലാണ്. ബട്ട് വേറെ ബ്രാൻഡ് നോക്കുവാണെങ്കിൽ ആങ്കർ ഉണ്ട്, ESR ഉണ്ട്. ഇവയാണ് ബെറ്റർ ആയിട്ടുള്ള വേറെ ബ്രാൻഡുകൾ. ഈ ബെസ്യൂസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ചൈനീസ് ബ്രാൻഡാണ്. പക്ഷേ ബെറ്റർ ക്വാളിറ്റിയും ബെറ്റർ പെർഫോമൻസും തരുന്നുണ്ട്. ആൾക്കാർക്ക് അത്യാവശ്യം റിവ്യൂ തരുന്നൊരു ബ്രാൻഡാണ്. കുഴപ്പമില്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ബെസ്യൂസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പവർ ബാങ്കാണ്. 10,000 mAh വരുന്ന QA2 സർട്ടിഫിക്കേഷനുള്ള പവർ ബാങ്കാണ്. 22.5 വാട്ട് നമുക്ക് വയേർഡ് വഴി ചാർജ് ചെയ്യാനും 15 വാട്ട് നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനും പറ്റുന്നതാണ്.